തട്ടിപ്പിലും വെട്ടിപ്പിലും കോൺഗ്രസുകാരെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല. അവർ ഓരോ ദിവസവും അത് തെളിയിക്കുന്ന കാര്യവും കൂടിയാണ്. ഇപ്പോഴിതാ യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിനായി വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ നിർമ്മിച്ച കേസിൽ ഒരാൾ കൂടി പിടിയിലായിരിക്കുകയാണ്. ആപ്പ് നിർമ്മിച്ച പ്രവർത്തകനാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. 7ാം പ്രതി കാസർഗോഡ് കാഞ്ഞങ്ങാട് സ്വദേശി രാകേഷ് അരവിന്ദിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. നോട്ടീസ് പ്രകാരം തിരുവനന്തപുരം മ്യൂസിയം സ്റ്റേഷനിൽ ഹാജരായ രാകേഷിനെ വിശദമായി ചോദ്യം ചെയ്ത ശേഷമാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. തൃക്കരിപ്പൂർ ഈസ്റ്റ് ഏളേരി മണ്ഡലം യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റും 6ാം പ്രതിയുമായ ജെയ്സൺ മുകളേലിനൊപ്പം വ്യാജ കാർഡ് നിർമ്മിക്കാൻ CRR കാർഡ് എന്ന ആപ്പ് നിർമ്മിച്ചത് താനാണെന്ന ചോദ്യം ചെയ്യലിൽ രാകേഷ് സമ്മതിച്ചിട്ടുണ്ട്. ജെയ്സന്റെ നീലേശ്വരത്തെ കമ്പ്യൂട്ടർ സ്ഥാപനത്തിലെ ജീവനക്കാരനാണ് രാകേഷ്. ജെയ്സൺ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സ്ഥാനത്തേക്കും ഇത്തവണ മത്സരിച്ചിരുന്നു. വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ പരാതിയിലാണ് പോലീസ് കേസെടുത്തിരുന്നത്. തിരിച്ചറിയൽ കാർഡ് വ്യാപകമായി തയ്യാറാക്കിയതായും ശക്തമായ നടപടി വേണമെന്നും ചൂണ്ടിക്കാട്ടിയാണ് കമ്മീഷൻ പരാതി നൽകിയത്. അതേസമയം സെക്രട്ടേറിയറ്റ് മാർച്ച് അക്രമക്കേസിൽ ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിനെ വ്യാജ കാർഡ് നിർമ്മിച്ച കേസിൽ നേരത്തെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു. KPCC അധ്യക്ഷൻ സുധാകരന്റെയും ഉന്നത കോൺഗ്രസ് നേതാക്കളുടെയും രാഹുൽ മാങ്കൂട്ടത്തിന്റെയും അറിവോടെയായിരുന്നു വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മിച്ചതെന്നാണ് പുറത്തുവരുന്ന വിവരം. രാഹുൽ മാങ്കൂട്ടത്തിൽ ലക്ഷക്കണക്കിന് വ്യാജ ID കാർഡുകൾ ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ച് വിജയിച്ചെന്നാണ് യൂത്ത് കോൺഗ്രസ് എതിർവിഭാഗം പറയുന്നത്. സംസ്ഥാനത്തെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലും കോടതിയിലും പാർട്ടി നേതൃത്വത്തിനും ഇത് സംബന്ധിച്ചുള്ള പരാതികൾ പോയിട്ടുണ്ട്. വ്യാജ തിരിച്ചറിയൽ കാർഡ് വ്യാപകമായി തയ്യാറാക്കിയിട്ടുണ്ടെന്നും ശക്തമായ നടപടി വേണമെന്നും ആവശ്യപ്പെട്ട് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൗൾ പോലീസ് മേധാവിക്ക് നൽകിയ പരാതി മ്യൂസിയം പോലീസിന് കൈമാറുകയായിരുന്നു. DYFI സംസ്ഥാന സെക്രട്ടറി VK സനോജും പോലീസിൽ പരാതി നൽകിയിരുന്നു. കേസിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ അഭി വിക്രമൻ, ബിനിൽ ബിനു, ഫെനി നൈനാൻ, വികാസ് കൃഷ്ണൻ എന്നിവരെ നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഈ 4 പേരുമായും ബന്ധമുണ്ടെന്നും തന്റെ കാറിലാണ് സഞ്ചരിച്ചതെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പോലീസ് ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചിരുന്നു. എന്തായാലും കോൺഗ്രസിൽ ഇപ്പോൾ ഒന്നിനു പുറകെ ഒന്നായി കേസുകൾ മാത്രമാണ്. ഇനി ആരൊക്കെ ഈ കേസിൽ അറസ്റ്റിലാകുമെന്ന് മാത്രമേ കാണേണ്ടതുള്ളൂ. കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.